ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് വിജയ് സ്പീച്ച്, മൈ തോട്ട്സ്, തളപതി വിജയുടെ സ്പീച്ചിനെ കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് മീറ്റിൽ അദ്ദേഹം നടത്തിയ ഒരു സ്പീച്ച്, അപ്പം അതിനെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകളാണെന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് മീറ്റ് കഴിഞ്ഞ ആഴ്ച ഒന്ന് നടന്നു ചെന്നൈയിലെ തിരുവാൻമിയൂരിൽ. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇന്ന് ചെന്നൈയിൽ നടന്നു. അപ്പോൾ അതിൽ അദ്ദേഹം നടത്തിയ ഒരു സ്പീച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പൊളിറ്റിക്കൽ സ്പീച്ച്, ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ഗവൺമെൻറ്റിനെതിരെ രൂക്ഷ വിമർശനമായിട്ട്, അതായത് നീറ്റ് വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ രൂക്ഷ വിമർശനമായിട്ട് അദ്ദേഹം രംഗത്തെത്തിയത്. കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിച്ചും സംസ്ഥാന സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുമായിരുന്നു, അതായത് തമിഴ്നാട് സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്പീച്ച് എന്ന് പറയുന്നത് നീറ്റ് വിഷയത്തിൽ. അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി, അതായത് TVK, തമിഴക വെട്രിക്കഴകം ആരംഭിച്ചതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലൊന്നും അങ്ങനെ ഇടപെടാതെ ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു. അതായത് ട്വിറ്ററിൽ മാത്രം തൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് ട്വിറ്റർ അരസിയൽവാദി എന്നായിരുന്നു തമിഴ്നാട് മാധ്യമങ്ങൾ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടിരുന്നത്. അതായത് ട്വിറ്റർ അരസിയൽവാദി എന്ന് പറഞ്ഞാൽ ട്വിറ്റർ രാഷ്ട്രീയക്കാരൻ, ട്വിറ്ററിൽ മാത്രം സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പോൾ അതിനെതിരെ, അല്ലെങ്കിൽ അതൊക്കെ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം തൻ്റെ നിലപാട് വളരെ കറക്റ്റായിട്ട് വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചും സംസ്ഥാന സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുമാണ് അദ്ദേഹം ഇന്ന് സ്പീച്ച് നടത്തിയത്. അതായത് കുട്ടികൾക്കുള്ള സ്റ്റുഡൻസ് മീറ്റ്, അതായത് 10+2 ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടികൾക്കുള്ള ക്യാഷ് പ്രൈസ് ആയിരുന്നു അദ്ദേഹം കൊടുത്തത്. അദ്ദേഹം കഴിഞ്ഞ വർഷം മുതലാണ് ഇത് ആരംഭിച്ചത്. ഈ വർഷം ഇത് രണ്ടാം പാർട്ടായിട്ട് കഴിഞ്ഞ ആഴ്ച ഒന്ന് നടന്നു. രണ്ടാം പാർട്ട് ചെന്നൈയിലെ തിരുവാൻമിയൂരിലെ കൺവെൻഷൻ സെൻറ്ററിലാണ് പരിപാടികൾ നടക്കുന്നത്. അതിലാണ് അദ്ദേഹം തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. അപ്പോൾ അതുപോലെ കഴിഞ്ഞ ആഴ്ച ആദ്യ പാർട്ടിലെ കുട്ടികൾക്കുള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞതെങ്കിൽ രണ്ടാം പാർട്ടിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയായിരുന്നു നീറ്റ് വിഷയത്തിനെ കുറിച്ച്. അതോടൊപ്പം കുട്ടികൾക്കുള്ളൊരു മോട്ടിവേഷനും അദ്ദേഹം കൊടുത്തു. അതായത് എഡ്യൂക്കേഷൻ ഈസ് എ സെലിബ്രേഷൻ, ലേണിംഗ് ഈസ് ഫൺ, എഡ്യൂക്കേഷൻ ഈസ് എ സെലിബ്രേഷൻ. അതായത് സ്ട്രെസ്സൊന്നും എടുക്കാതെ വളരെ സന്തോഷത്തോടുകൂടി എൻജോയ് ചെയ്ത് പഠിക്കണമെന്നും കുട്ടികൾക്കുള്ളൊരു മോട്ടിവേഷനും കൂടെ അദ്ദേഹം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമ തന്നെ സർക്കാർ സിനിമയിലെ ഒരു രംഗത്തെ സൂചിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവസാനം അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ച് കൈയൊക്കെ കൂപ്പി. സർക്കാർ സിനിമയിൽ അങ്ങനെ നമ്മൾ കണ്ടാണ് ആ സീന്. ആ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നി. ആ ഒരു സീനിലെ അത് റീക്രിയേഷൻ പോലെ തോന്നി. അവസാനം അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് വെട്രി നിശ്ചയം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്റ്റൈല് കാണിച്ച് അദ്ദേഹം അവിടെ നിന്ന് പോവുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ നിലപാട്, അല്ലെങ്കിൽ വെറും ട്വിറ്റർ അരസിയൽവാദി എന്ന് മാത്രം കളിയാക്കിക്കൊണ്ടിരുന്ന ആ മീഡിയയുടെ മുന്നിൽ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞിരിക്കുകയാണ്. ഇനി 2026 ഇലക്ഷനെ ലക്ഷ്യമാക്കിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, തനിക്ക് നല്ലപോലെ പ്രതികരിക്കാനും അല്ല സംസാരിക്കാനും അറിയാമെന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഓൾറെഡി അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഓഡിയോ ലോഞ്ചിലൊക്കെ വൻ രീതിയിൽ രാഷ്ട്രീയങ്ങളോ കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയുമായിരുന്നു. പക്ഷേ അതിനെതിരെ അങ്ങനെ പറഞ്ഞ് പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിന് നെഗറ്റീവ് അനുഭവങ്ങളാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. ഏതായാലും 2026 ഇലക്ഷനെ ലക്ഷ്യമാക്കി അദ്ദേഹം മുന്നോട്ട് കുതിക്കുകയാണ്. അതിന് ആദ്യമായിട്ടുള്ള പാർട്ടി ആരംഭിച്ചിട്ടുള്ള ആദ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അഭിപ്രായമാണ് അദ്ദേഹം ഇന്ന് നടത്തിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.